എൻ്റെ പക്കൽ നിരവധി നിക്ഷേപകർ പറയാറുണ്ട്, എനിക്ക് അവിടെ സ്ഥലമുണ്ട്, ഇവിടെ സ്ഥലമുണ്ട്, ഇന്ന സ്ഥലത്ത് ഞാനൊരു 25 സെൻറ്റ് സ്ഥലം മേടിച്ചിട്ടുണ്ട്, അപ്പുറത്ത് ഞാൻ 1 ഏക്കർ സ്ഥലം മേടിച്ചിട്ടുണ്ട്. ഇതെല്ലാം നോക്കി മൂല്യം നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ അദ്ദേഹത്തിനെ സംബന്ധിച്ച് കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയുണ്ട്. എന്നാൽ കഞ്ഞി കുടിക്കാൻ വകയില്ല. ഇന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ കണ്ണുപൂട്ടി നമ്മൾ റിയൽ എസ്റ്റേറ്റിലെല്ലാം നിക്ഷേപിക്കുന്ന സമയത്ത് നിരവധി നിക്ഷേപകർ ചെന്നുപെടുന്ന വലിയൊരു ട്രാപ്പാണിത്. അതായത് അസറ്റ് വൈസ് നോക്കിക്കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയുടെ ആസ്തി, എന്നാൽ അവരെ സംബന്ധിച്ച് ഇന്നത്തെ ഡേ ടു ഡേ എക്സ്പെൻസ് മാനേജ് ചെയ്യാനുള്ള ഒരു ക്യാഷ് ഫ്ലോ അവർക്കില്ല. ഇങ്ങനത്തെ ഒരു സാഹചര്യം താങ്കൾക്ക് വരാതിരിക്കണമെങ്കിൽ താങ്കൾ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നേ ദിവസം നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ താങ്കൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ താങ്കളെല്ലാ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുവാൻ ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം ഞങ്ങൾ എല്ലാ മാസത്തോളം ഞങ്ങളുടെ നിക്ഷേപകർക്ക് വേണ്ടിയുള്ള എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള വെബിനാറുകൾ ഞങ്ങൾ ഓർഗനൈസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ വരുന്ന മാർച്ച് 1-ാം തീയതി നമ്മളിപ്പോൾ ഒരു നിക്ഷേപകൻ്റെ ലൈഫിൽ ഉണ്ടാക്കേണ്ട അത്യാവശ്യം എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു 4 പില്ലേഴ്സിനെ കുറിച്ച് നമ്മൾ ഒരു വെബിനാർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇപ്പോൾ ആ ഒരു വെബിനാറിൽ താങ്കൾക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ താങ്കൾ റിലേഷൻഷിപ്പ് മാനേജറായിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ലിങ്ക് താങ്കൾക്ക് തരുന്നതായിരിക്കും. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ദി തൊമിച്ചൻ ടിപ്സ് പവേർഡ് ബൈ ഡയസ് അക്കാഡമി. മൈ നെയിം ഈസ് പ്രിൻസൺ ഡയസ്. തൊമിച്ചൻ ടിപ്സ് എന്ന ഫിനാൻഷ്യൽ വീഡിയോ ബ്ലോഗിൻ്റെ പുതിയ എപ്പിസോഡുമായി നിങ്ങളുടെ മുമ്പിൽ വരുവാൻ എന്നെ അനുവദിച്ച ദൈവത്തിന് നന്ദി. ഒരു നിക്ഷേപം നമ്മൾ നടത്തുമ്പോൾ അതിലേറ്റവും പ്രധാനമായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, നമുക്കിപ്പോൾ ഒരു ക്യാപിറ്റൽ അപ്രിസിയേഷൻ. ഇപ്പോൾ സാധാരണ രീതിയിൽ റിയൽ എസ്റ്റേറ്റ് പോലെയുള്ള പ്രോപ്പർട്ടിയിൽ നിന്ന് നമുക്കൊരു ക്യാപിറ്റൽ അപ്രിസിയേഷൻ നമുക്ക് ലഭിക്കാറുണ്ട്. ഈവൻ നമുക്ക് ഇൻഫ്ലേഷനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഒരു റിട്ടേൺസ് ഇപ്പോൾ പലപ്പോഴും ഒരു മിക്ക പ്രോപ്പർട്ടിയിൽ നിന്ന് തന്നെ നമുക്ക് ലഭിക്കാറുണ്ട്. അപ്പോൾ ക്യാപിറ്റൽ അപ്രിസിയേഷൻ എന്ന് പറഞ്ഞൊരു സംഭവം നമ്മൾ കൺസിഡർ ചെയ്യണം. പിന്നെ അതോടൊപ്പം തന്നെ ഒരു നിക്ഷേപം നടത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ ഒരു കാര്യം, നമുക്ക് എത്രത്തോളം ലിക്വിഡിറ്റി നമ്മളുടെ ഈ ഒരു പ്രൊഡക്റ്റിനുണ്ട്. അതായത് എനിക്കൊരു ആവശ്യത്തിന് ഇതൊരു പണമായിട്ട് കൺവേർട്ട് ചെയ്യാൻ എനിക്ക് സാധിക്കുമോ, അല്ലെന്നുണ്ടെങ്കിൽ എൻ്റെ ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് എനിക്കൊരു റെഗുലർ ആയിട്ടുള്ള ഒരു ക്യാഷ് ഫ്ലോ ഉറപ്പുവരുത്താൻ സാധിക്കുമോ എന്നും കൂടി കൺസിഡർ ചെയ്തതിന് ശേഷമായിരിക്കണം നമ്മളെപ്പോഴും നിക്ഷേപം നടത്തേണ്ടത്. പലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യം, ഇപ്പം നിരവധി വ്യക്തികൾ, NRI ആയിട്ടുള്ള വ്യക്തികളാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ചെന്ന് പെടാറുള്ളത്. അവരുടെ സുഹൃത്തുക്കൾ പറയും, ഒരു നല്ല സ്ഥലമാണ്, നീ മേടിച്ചോടാ, ഇപ്പം നമുക്ക് അത്യാവശ്യം നല്ല വില കുറച്ച് കിട്ടും. അദ്ദേഹം പോയി അവിടെ മേടിക്കും, വില കുറച്ചായിരിക്കും ചിലപ്പോൾ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതിനുശേഷം ഈ പറഞ്ഞ സംഭവത്തിൻ്റെ ഇപ്പം നമ്മൾ ചിലപ്പോൾ വില കയറും, പക്ഷെ അത് വിൽക്കുക, അതായത് ഇപ്പം നമുക്കൊരു പ്രോപ്പർട്ടി വാങ്ങിയതിന് ശേഷം അത് വിറ്റ് നമുക്ക് ക്യാഷ് ആക്കുക എന്നത് അത്രയ്ക്കും ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ തരത്തിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് സ്ഥലം മേടിച്ചിട്ട് പെട്ട് കിടക്കുന്ന നിരവധി വ്യക്തികളെ നമ്മുടെ ഈ ചുറ്റുവട്ടത്തിൽ നമുക്ക് കാണാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാണ്, നമ്മളെ സംബന്ധിച്ച് ക്യാപിറ്റൽ അപ്രിസിയേഷനോടൊപ്പം തന്നെ നമുക്ക് ഒരു ക്യാഷ് ഫ്ലോയും കൂടി ഇപ്പം നിങ്ങളെ ലൈഫിൽ നിങ്ങൾ ഉറപ്പുവരുത്തണം. ഇപ്പം നമ്മൾ റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് സംഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ, ഒന്നാമത്തത് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഉദ്ദേശിച്ച സമയത്ത് നമുക്കത് വിൽക്കാൻ സാധിക്കണമെന്നില്ല. പിന്നെ അതോടൊപ്പം തന്നെ ഇപ്പം ലാൻഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഒരു ഇമോഷനായിട്ടൊരു ലിങ്ക് ചെയ്തിരിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ്. അപ്പം അതുകൊണ്ട് നമ്മളത് വിൽക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ കുടുംബാംഗങ്ങൾ, ഇപ്പം നമ്മുടെ മക്കൾ, അവരൊക്കെ ചിലപ്പോൾ സമ്മതിക്കണമെന്നില്ല. പിന്നെ ഞാനിപ്പോൾ ഒരു സ്ഥലം വിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ തകർന്നെന്നാണ് തോന്നുന്നത്, കാരണം അവൻ്റെ സ്ഥലങ്ങളൊക്കെ അവൻ വിറ്റുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇത് നോർമൽ സിറ്റുവേഷനിൽ നമ്മുടെ നാട്ടിൽ വരാൻ പോകുന്ന ഒരു ചർച്ച ഈ പറഞ്ഞ സംഭവമാണ്. പിന്നെ അതോടൊപ്പം തന്നെ ഈ ഒരു ലാൻഡിൽ ഞാനിപ്പോൾ ഒരു വീടോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു കൊമേഴ്സ്യൽ പ്രോപ്പർട്ടി എന്തെങ്കിലും വെച്ചിട്ട് എനിക്ക് റെൻ്റ് ഔട്ട് ചെയ്യാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുവേണ്ടി ഞാൻ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരുന്ന തുകയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് റെൻറ്റ് കിട്ടുന്ന തുക ചിലപ്പോൾ അത്രയ്ക്കും ഒരു അട്രാക്റ്റീവ് ആകണമെന്നില്ല. ഈ തരത്തിലുള്ള പല പ്രശ്നങ്ങളും നമ്മളെ സംബന്ധിച്ച് നമുക്ക് നേരിടാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പ്രത്യേകിച്ച് റിയൽ എസ്റ്റേറ്റ് പോലെയുള്ള ഒരു നിക്ഷേപങ്ങളിലേക്കെല്ലാം നമ്മൾ കടക്കുന്ന സമയത്ത് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ, അതായത് നമുക്ക് ക്യാപിറ്റൽ അപ്രിസിയേഷൻ നമ്മൾ കൺസിഡർ ചെയ്യണം. അതോടൊപ്പം തന്നെ ഇപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് ഇതിൽ നിന്നൊരു ക്യാഷ് ഫ്ലോ എനിക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ,
ഇപ്പം നോർമൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ചില രീതിയിലുള്ള കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടീസ്, ഇപ്പം നോർമൽ റെസിഡൻഷ്യൽ പ്രോപ്പർട്ടീസ് ഒന്നും നമുക്ക് ബെറ്റർ ആയിട്ടുള്ള ഒരു റെൻ്റൽ ഇൻകം നമുക്ക് അതിൽ നിന്ന് കിട്ടാനുള്ള പോസിബിലിറ്റീസ് ഇല്ല. അതേസമയം ചില കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടീസ് നമുക്ക് ഏകദേശം ഒരു 5%, 6% ഒക്കെ റെൻറ്റ് തരുന്നൊരവസ്ഥയിൽ നമുക്ക് കേരളത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ തരത്തിൽ ഒരു കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടിയിൽ താങ്കളെ സംബന്ധിച്ച് അത്യാവശ്യം ഒന്ന് കണക്കൊക്കെ കൂട്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് നല്ലൊരു കാര്യം തന്നെയാണ്. അല്ലാത്തവരെ സംബന്ധിച്ച് അവർക്ക് ഏറ്റവും നല്ലൊരു ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ മ്യൂച്വൽ ഫണ്ടിൽ ഇപ്പോൾ താങ്കളെ സംബന്ധിച്ച് താങ്കൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. ഇപ്പോൾ ഒരു മ്യൂച്വൽ ഫണ്ട് പോലെയുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൽ താങ്കൾ നിക്ഷേപിച്ച് കഴിഞ്ഞാലുള്ള ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് അവിടെ ക്യാപിറ്റൽ അപ്രിസിയേഷൻ, അതായത് ഇൻഫ്ലേഷനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഒരു ക്യാപിറ്റൽ അപ്രിസിയേഷൻ താങ്കൾക്ക് അവിടെ ലഭിക്കാനുള്ള ഒരു അവസരമുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ നമുക്ക് അവിടെ കിട്ടുന്ന മറ്റൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിക്വിഡിറ്റി. അതായത് ഇപ്പോൾ താങ്കളെ സംബന്ധിച്ച് എത്ര ലക്ഷം കോടി രൂപ ഉണ്ടെങ്കിലും ഇപ്പോൾ താങ്കളെ സംബന്ധിച്ച് താങ്കൾക്ക് നിസ്സാര സമയത്തിനുള്ളിൽ, അതായത് ഇപ്പോൾ താങ്കൾ ഇപ്പോൾ ഒരു മ്യൂച്വൽ ഫണ്ടിൽ സപ്പോസ് ഇപ്പോൾ ഒരു 10 കോടി രൂപയുണ്ട്, താങ്കൾക്ക് അതിൽ നിന്ന് ഒരു 5 കോടി രൂപ വേണം. ഈ 5 കോടി രൂപയും വിത്തിൻ 3 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ താങ്കൾക്ക് ലിക്വിഡേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു ലാൻഡ് വിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റുവട്ടത്തിലുള്ള എല്ലാവരും അറിയും. പക്ഷേ താങ്കൾ ഒരു മ്യൂച്വൽ ഫണ്ട് വിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആരറിയും? താങ്കൾ മാത്രമേ അറിയൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം നമുക്ക് നമ്മളെ ആ സമൂഹത്തിലുണ്ടാകുന്ന അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും നമുക്കില്ല. നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ലിക്വിഡേറ്റ് ചെയ്യാൻ നമുക്ക് മ്യൂച്വൽ ഫണ്ട് പോലുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് നടക്കും. പിന്നെ മൂന്നാമതായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ക്യാഷ് ഫ്ലോ. ഇപ്പോൾ ക്യാഷ് ഫ്ലോ നമുക്ക് ഇപ്പോൾ താങ്കളെ സംബന്ധിച്ച് ഒരു മ്യൂച്വൽ ഫണ്ടിൽ താങ്കൾ നിക്ഷേപിച്ചിട്ടുണ്ട്, അതിൽ നിന്ന് താങ്കൾക്ക് ഒരു റെഗുലർ ആയിട്ടുള്ള ഒരു വരുമാനം വേണം. താങ്കളുടെ ഫണ്ടിൽ ചെറിയ രീതിയിലുള്ള കുറച്ച് ചേഞ്ചസ് ഒക്കെ വരുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത മാസം തുടങ്ങി താങ്കളെ സംബന്ധിച്ച് അത്യാവശ്യം റീസണബിൾ ആയിട്ടുള്ള ഒരു ക്യാഷ് ഫ്ലോ പ്ലസ് ക്യാപിറ്റൽ അപ്രിസിയേഷൻ ഇതെല്ലാം ഉറപ്പുവരുത്തിയിട്ട് നമുക്ക് മികച്ച രീതിയിൽ തന്നെ നിക്ഷേപിക്കാനും നമുക്ക് സാധിക്കും. അതുകൊണ്ട് താങ്കൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ താങ്കൾക്ക് വിശ്വസിക്കാവുന്ന ഒരു ഫിനാൻഷ്യൽ അഡ്വൈസറിനെയോ ഡിസ്ട്രിബ്യൂട്ടറിനെയോ എല്ലാം താങ്കൾ കണ്ടെത്തുക. അതിനുശേഷം അവരായിട്ട് ഒന്ന് ഇരുന്നതിന് ശേഷം താങ്കൾ പറയുക താങ്കളുടെ ആവശ്യം എന്താണ്. താങ്കളുടെ ആവശ്യം കറക്റ്റായിട്ട് താങ്കൾക്ക് അവരുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അതിന് വേണ്ട ഒരു സൊല്യൂഷൻ, അവരൊരു എക്സ്പെർട്ട് ആണെങ്കിൽ അതിന് വേണ്ട ഒരു സൊല്യൂഷൻ അവർക്ക് പ്രൊവൈഡ് ചെയ്ത് തരാൻ അവർക്ക് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ താങ്കൾക്ക് ഈ പറഞ്ഞ പ്രശ്നങ്ങളെല്ലാം വളരെ എളുപ്പത്തിൽ തന്നെ ഓവർകം ചെയ്യാനും താങ്കൾക്ക് സാധിക്കും. താങ്കൾക്ക് ഞങ്ങളുടെ നിക്ഷേപ സംബന്ധമായ സേവനങ്ങളെക്കുറിച്ച് താങ്കൾക്ക് കൂടുതൽ അറിയണമെങ്കിൽ ഈ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന ഈ നമ്പറിൽ താങ്കൾക്ക് വാട്സാപ്പ് വഴിയോ കോൾ ചെയ്തോ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അതോടൊപ്പം തന്നെ ഇപ്പം ഞങ്ങളുടെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് എല്ലാം ഞങ്ങൾ പബ്ലിഷ് ചെയ്യുന്നത് ഇപ്പം ഞങ്ങളൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ ആ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ അവൈലബിൾ ആണ്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് എല്ലാം താങ്കൾക്ക് കൃത്യസമയത്ത് തന്നെ താങ്കൾക്ക് ലഭിക്കുന്നതായിരിക്കും. അടുത്ത ആഴ്ച നമുക്ക് സാമ്പത്തിക മേഖലയിലെ പുത്തൻ വിശേഷങ്ങളുമായി തൊമ്മിച്ച് ടിപ്സിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, വിഷ് യു ഓൾ ദി ബെസ്റ്റ്.